നൽകുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫിൻ്റെയും അതുപോലെ തന്നെ നെയ്ബർഹുഡിലുള്ള കുട്ടികളെയും നമുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ടാലൻസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നാനോ നേത്ര ഫോർ ഇൻ്റഗ്രേറ്റ് വെൽനസിൻ്റെ മാസിക് കിഡ്സ് എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ അച്ചീവ് ട്രസ്റ്റിൻ്റെ ഇടയിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫൗണ്ടേഷനാണ്. ആദ്യം മുതൽ തന്നെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ ഹാൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെയുള്ള എല്ലാ എംപ്ലോയീസിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് മൂവ്മെൻറ്റ് നടത്തുന്ന കുട്ടികൾക്കായിട്ട് നടത്തുന്ന മെയിനായിട്ട് കുട്ടികൾക്കായിട്ട് നടത്തുന്ന ബ്രൈറ്റർ മൈൻഡ്സ് പ്രോഗ്രാം, അതേക്കുറിച്ചിട്ട് രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നു, നമ്മൾ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി പ്രസന്റ് വിത്തിൻ മാൻ എന്നാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള പൂർണ്ണതയെ വെളിവാക്കാൻ ഉള്ള മാർഗമാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, ഉള്ളിലുള്ള പെർഫെക്ഷൻ. സ്വർണത്തിൻ്റെ ഖനിയിൽ നിന്ന് സ്വർണം എടുക്കുന്ന പോലെയാണ് കുട്ടികളുടെ ഉള്ളിൽ നിന്നും പൂർണ്ണത, പെർഫെക്റ്റ് ആയിട്ട് ഹ്യൂമൻ ബീങ്ങിനെ വാർത്തെടുക്കുക. അതാണ് ശരിക്കും എഡ്യൂക്കേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഈ പദ്ധതിയിലൂടെ കടന്നു പോകുമ്പോൾ കുറേയൊക്കെ സബ്ജക്ട്സ് കുട്ടികൾ പഠിക്കുന്നു, സ്കൂളിൽ പോയിട്ട് പല സിലബസും പല സബ്ജക്ട്സും പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനകത്ത് പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും ചിന്തിച്ചു നമ്മൾ ചിന്തിക്കുന്നത് എന്തിനെത്ര സബ്ജക്റ്റ് പഠിക്കുന്നു, വല്ല ആവശ്യമുണ്ടോ? അതിനൊക്കെ ആവശ്യമില്ല. എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ചിന്തിക്കാനുള്ള കഴിവുണ്ടാക്കാനാണ് എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ഇസ് ടു മേക്ക് എ മാൻ ലേൺ ടു തിങ്ക്. ചിന്തിക്കാനുള്ള കഴിവ്, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് നൽകാനാണ് പഠിക്കുന്നത്. അപ്പോൾ എങ്ങനത്തെ ചിന്തകൾ ചിന്തിക്കണം? നമ്മൾ നമ്മുടെ ചിന്തകൾ തന്നെ ചിന്തിക്കണം എന്നാണ് നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ എസ് രാധാകൃഷ്ണൻ. എഡ്യൂക്കേഷൻ ഷുഡ് മേക്ക് എ മാൻ ലേൺ ടു തിങ്ക് ഹിസ് ഓൺ തോട്ട്സ്. അപ്പോൾ നമ്മൾ ആദ്യം കടന്നു പോകുന്നത് പല ടീച്ചേഴ്സും എഴുതിയ ടെക്സ്റ്റ് ബുക്സ്, പല ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് പഠിക്കും. എന്നിട്ട് നമ്മളത് മെമ്മറൈസ് ചെയ്തിട്ട് എക്സാമിനേഷൻ എഴുതുന്നു ബൈ ഹാർട്ട്. അതൊന്നും നമ്മുടെ ചിന്തയല്ല. ഞാനിപ്പോൾ ഓഫ്താൽമോളജി അത് എൻ്റെ ചിന്തയല്ല. ആരോ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നു ഞാൻ പറയാൻ പറ്റുന്നു. പക്ഷെ അതിലൂടെ നമ്മൾ പ്രോസസ്സിൽ കടന്നു പോകുമ്പോൾ ക്രമേണ നമ്മുടെ ഉള്ളിൽ തന്നെത്താനുള്ള ചിന്ത, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് ഒരു മനുഷ്യന് വരാൻ തുടങ്ങും. തൻ്റെ അഭിപ്രായം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അപ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, സ്വതന്ത്രമായിട്ട് തൻ്റെ ചിന്തകളെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഒരു മനുഷ്യനുണ്ടാവണം. ഇല്ലെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമില്ല. മൃഗം എന്ന് പറഞ്ഞാൽ ഒരു പശു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ മറ്റേ പശുക്കൾ പോകും. മനുഷ്യൻ അങ്ങനെ ആവരുത്. എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്യണമെന്നില്ല, എനിക്ക് ശരിയാണെന്ന് മനസ്സിലായുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു മനുഷ്യന് സാധിക്കും. അത് ഫ്രീഡം ഓഫ് തോട്ട് വരട്ടെ, അത് സംഭവിക്കുക. അതാണ് എഡ്യൂക്കേഷനിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഫ്രീഡം ഓഫ് തോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ട് ആ പെർഫെക്റ്റ് സ്റ്റേറ്റിൽ നമ്മൾ എത്തിച്ചേരണം. ആ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടൊരു ഡിവൈൻ പ്രസൻസ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ഈശ്വര സാന്നിധ്യമുണ്ട്. അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രാർത്ഥനയിൽ പറയും അസതോമാ സത്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ജ്ഞാനത്തിലേക്ക് നമ്മൾ ഉയരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ജ്ഞാനത്തിന്റെ സ്രോതസ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. നമ്മളുടെ സോഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം സെൻട്രിങ് ചെയ്തു ആ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യലാണ് എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ശരിക്കും ഒരു ഗുരുവിന്റെ അടുത്ത്, ടീച്ചറിന്റെ അടുത്ത് എത്തുമ്പോൾ ആദ്യം തന്നെ ഈ കണക്ഷൻ കിട്ടണം. നമ്മുടെ ഭാരതത്തിന്റെ കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഗുരു ശിഷ്യന് ആദ്യം കൊടുക്കുന്നത് എന്താണ്? ഉപനയനം എന്ന് പറയും. ഉൾക്കണ്ണ് തുറക്കുക എന്നതാണ്. ആദ്യം ഉൾക്കണ്ണ് തുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഗുരു ചെയ്യുന്നത്. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശരാകയ ചക്ഷുരുമീലിനം ഏന തസ്മൈ ശ്രീ ഗുരവേ നമ. അജ്ഞാനമായിട്ട് തിമിരത്തിനെ മാറ്റിയിട്ട് ജ്ഞാനത്തിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഗുരുവിന്റെ ചുമതല. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് നമ്മുടെ ഇടയിൽ വേണം. അങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടാവണം. അപ്പൊ ഉള്ളിലേക്കുള്ള സോഴ്സിലേക്ക് കണക്റ്റും ക്രിയേറ്റീവ് ടാലന്റ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ഒരു കുട്ടി ശരിക്കും എഡ്യൂക്കേറ്റഡ് ആവുമ്പോൾ അവന്റെ ക്രിയേറ്റീവ് ടാലൻസ് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അവന്റെ കഴിവുകൾ എക്സ്പ്രസ് ചെയ്യും. എനിക്കിങ്ങനെ പറയാം, ഒരു എക്സാമിനേഷനിൽ എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആർട്ടിക്കിൾസ് സ്വന്തമായിട്ട് എഴുതാനുള്ള കുറേ ഭാഗമുണ്ട്. ആ ഭാഗം ബയോഡാറ്റ ചെയ്തതല്ല, അവൻ സ്വന്തം
പ്രോജക്ട്സ് സ്വന്തം ഉണ്ടാക്കുന്ന ക്രിയേറ്റീവ് ഐഡിയ, അതായത് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നടത്തുന്നത്. എന്താണ് കാരണം? അവിടെ യൂത്ത് ഫെസ്റ്റിവലിൽ ഈ ഫെസ്റ്റിവൽസിലെല്ലാം ക്രിയേറ്റീവ് ടാലന്റ് കുട്ടികളുടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ക്രിയേറ്റീവ് ടാലന്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റേഴ്സ്, നമ്മൾ ആദ്യം പറഞ്ഞ കയ്യിലേക്ക് ക്രിയേറ്റീവ് നമ്മൾ കണക്ട് ചെയ്താൽ ആ ക്രിയേറ്ററെ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ കൂടുതൽ നമ്മൾ സൃഷ്ടിപരമായിട്ട് കഴിവുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനാണ് മനുഷ്യന്റെ പരിണാമം എന്ന് പറയുന്നത്, എവല്യൂഷൻ. നമ്മൾ എവല്യൂഷൻ തരുന്നത് മൃഗത്തിൽ നിന്നും മനുഷ്യനായി, മനുഷ്യനിൽ നിന്ന് ഞങ്ങളെ പോകുന്നത്, മനുഷ്യനിൽ നിന്നും നമ്മൾ കൂടുതൽ പൂർണ്ണതയിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു ഉപകരണമാണ്. ഇപ്പൊ എനിക്ക് മൈക്ക്, ഇപ്പൊ കറണ്ട് പോയി, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കറണ്ട് ഉണ്ടെങ്കിലും ഈ മൈക്ക് ഇടുന്ന വർക്ക് ചെയ്യില്ല. നല്ല കാറുണ്ട്, പക്ഷെ കാറിന് പെട്രോൾ വേണം, എന്നാലേ അത് വർക്ക് ചെയ്യും. നല്ല ഫങ്ഷൻ ചെയ്യുന്ന സർവീസിന്റെ കാറുണ്ട്. അതുപോലെ നമ്മുടെ ക്രിയേറ്റീവ് ടാലന്റ് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് അതിന് പറ്റുന്ന ഒരു മനസ്സും ബുദ്ധിയും ശരീരവും വേണം. മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതിൽ ഓരോ പാർട്ടിനെയും കേറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ബ്രൈറ്റർ മൈൻഡ്സ് പ്രോഗ്രാം വളരെ വളരെ ഡെപ്തിൽ പോയിട്ടാണ് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ ക്രിയേറ്റീവ് ടാലന്റ് എക്സ്പ്രസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാന ഭാഗം എന്താണ്? നമ്മുടെ ബ്രെയിനാണ്, തലച്ചോറാണ്. തലച്ചോറാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളെയും റെഗുലേറ്റ് ചെയ്തത്. നമ്മുടെ ഫീലിങ്സ് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്, പക്ഷേ തലച്ചോറിലൂടെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്, നമ്മുടെ മാധ്യമം. ഈ ഉപകരണം ശരിയായിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ ഉപകരണത്തിന് പല പല ഭാഗങ്ങൾ, തലച്ചോറ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 1% കൂടി യൂട്ടിലൈസ് ചെയ്യപ്പെടാത്ത ഒരു ഭാഗമാണ്. അത്രയും ഏരിയ തലച്ചോറിലുണ്ട്. ഞാൻ ചെറിയ ചെറിയ എക്സാമ്പിൾസ് പറയാം. നമ്മുടെ കണ്ണ് കാണുന്നു, നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നു. ഈ കാണുന്നത് എവിടെ? കണ്ണിലല്ലേ കാണുന്നത്. ഇപ്പൊ കണ്ണടച്ച് നോക്കും, നിങ്ങളൊരു മിനിറ്റ് കണ്ണടച്ച് നോക്കും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇല്ലേ? കണ്ണടച്ച് ഇതെല്ലാം കാണാൻ സാധിക്കും. ഇനി കണ്ണടച്ച് ചെയ്തിട്ട് ഇവിടെ അല്ലാതെ വേറെ എന്തെങ്കിലും കാണാൻ സാധിക്കും. കണ്ണ് തുറന്നിട്ട് വേറെ എന്തെങ്കിലും ഇവിടെ ഇരിക്കുന്നില്ല, ഇവിടെ കാണുന്നത്. കാഴ്ച സംഭവിക്കുന്നത് ബാക്കിലാണ്, ഉള്ളിലാണ്. അപ്പൊ തലച്ചോറിൽ കാഴ്ചകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു സെന്റർ ആണ് ഒക്സിപിറ്റൽ കോർട്ടക്സ് ഉണ്ട്. അത് ഒരു ഉദാഹരണം. ചെവിക്കൊരു സെന്റർ ഉണ്ട്, കയ്യിൽ സെന്റർ ഉണ്ട്, വിരലിന് സെന്റേഴ്സ് ഉണ്ട്, ഓർമ്മയ്ക്ക് സെന്റർ ഉണ്ട്. നമ്മുടെ ഓർമ്മ മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹിപ്പോ ക്യാമ്പസ് എന്നൊരു സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ നിശ്ചയിക്കുന്ന അമിഗ്ഡല എന്നൊരു ഭാഗമുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ മോളെ കാണുന്നു, ആ മോളെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോളാണെന്ന് എങ്ങനെ മനസ്സിലാവുന്നത്? ഒരു കുട്ടി അച്ഛനെ കാണുന്നു, അച്ഛനാണെന്ന് എങ്ങനെ മനസ്സിലാവുന്നത്? പുറവശം കണ്ടിട്ട് കാര്യമില്ല, ഈ അമിഗ്ഡല വർക്ക് ചെയ്യണം. അമിഗ്ഡല പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛൻ വന്നാലും അമ്മ വന്നാലും ബോധമില്ലാണ്ട് തന്നെ ഇരിക്കും, ഒരു വികാരം ഇല്ലാണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുണ്ട്. ആ മെമ്മറിയും ഇമോഷണൽ കണക്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് കുട്ടികൾക്ക് എക്സ്പ്രഷൻ ടാലന്റ് വരും. നമുക്ക് കഴിവുകളുണ്ടായാൽ പോലെ അത് സംസാരിക്കാൻ, പ്രകടിപ്പിക്കാൻ, പാഷനോട് സംസാരിക്കാനുള്ള കഴിവുണ്ടാവും. അപ്പൊ ഞാൻ ഈ കാര്യം പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ആ സബ്ജക്റ്റിനോടൊരു പാഷൻ ഉണ്ട്. അതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് സെന്റേഴ്സ് അമിഗ്ഡല ഡെവലപ്പ് ചെയ്യണം. വേറൊരു ഉദാഹരണം, തലയുടെ വലത്തെ സൈഡും ഇടത്തെ സൈഡ്. വലത്തെ സൈഡ് ബ്രെയിൻ, റൈറ്റ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് ഉയർന്ന തലത്തിൽ അറിവ് കണക്ട് ചെയ്യാനുള്ള ഏരിയ. ഇടത്തെ സൈഡിലെ ബ്രെയിൻ താഴേക്ക് നമ്മൾ ഉപയോഗിക്കാനുള്ള ബ്രെയിനാണ്. ഇവിടെ സ്വീകരിക്കുന്ന തലം, ഇത് ഉപയോഗിക്കുന്ന സ്ഥലം. അപ്പൊ ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ടുള്ള അറിവുകൾ വരുന്നു. അതിനെ ഉപയോഗിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഡെവലപ്പ് ചെയ്യണം. ആ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തലച്ചോറിന്റെ ഫ്രണ്ടൽ കോർട്ടക്സ്, നമ്മുടെ മനുഷ്യന്റെ മറ്റുള്ള മൃഗങ്ങൾ നോക്കിയാൽ ഈ ഭാഗം ഉണ്ടാവില്ല, ഫ്രണ്ടൽ കോർട്ടക്സ് ഉണ്ടാവില്ല. പ്രീ ഫ്രോണ്ടൽ നമുക്ക് സോഷ്യൽ കോൺഷ്യസ്നസ്. ഇപ്പോൾ നായക്കളോ പൂച്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടീനെ വളർത്തി കഴിഞ്ഞാൽ ഓടിച്ചോളൂ. അവർക്ക് അതിനെ കുറച്ച് കഴിഞ്ഞാൽ വലുതായ സ്നേഹമൊന്നുമില്ല. മനുഷ്യനാണിപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്തുന്നു, വലുതായാലും കുട്ടികളെ വളർത്തുന്നു, സ്കൂളിൽ പോയാലും വയസ്സായാലും എൻ്റെ മകനാണ്, സ്നേഹം എൻ്റെ ഫാമിലിയാണ്. ഈ ബോധം വരുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്. എൻ്റെ നെയ്ബറാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ രാജ്യമാണ്. ഇതൊക്കെ വരുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്. ഇത് ഡെവലപ്പ് ചെയ്തിട്ട് കുട്ടികൾക്ക് എന്താണ് സോഷ്യൽ കോൺഷ്യസ്നസ് ഉണ്ടാവുക. സോഷ്യൽ കോൺഷ്യസ്നസ് ഇല്ലാത്ത മനുഷ്യന്മാരും ലോകത്തിൽ കൂടി വരുന്ന നമുക്ക് കാണാം. വേറെ ആളുടെ വേദന മനസ്സിലാക്കാത്ത ആൾക്കാർ, ഒരു ബോംബ് പൊട്ടിച്ചാൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാവുന്നത്, എത്ര ആൾ വിഷമിക്കുന്നു എന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. ഞാൻ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന് തകർക്കും, നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കും എന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട് ലോകത്തിൽ. അതിന്റെ കാരണം തലച്ചോറ് ഡെവലപ്പ് ചെയ്തിട്ടില്ല, ഇമോഷണൽ സെന്റേഴ്സ് പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതൊക്കെ സോഷ്യൽ അതിന് വയറിംഗ് ഉണ്ട്. അപ്പൊ ഈ ഉള്ളിലുള്ള തലച്ചോറിന്റെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് മാക്സിമം സംഭവിക്കുന്നത് കുട്ടികളിലാണ്. തലച്ചോറിന് ഒരു ഫിക്സഡ് ഓർഗൻ അല്ല, അതാണ് സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. നമ്മൾ തലച്ചോറുണ്ടായി
ഒരു ഫിക്സ്ഡ് ആയിട്ടൊരു നമ്മളിപ്പോൾ ഒരു ഫാൻ വാങ്ങും, ഈ ഫാൻ ഇനി മാറില്ല, അതുപോലെയല്ല തലച്ചോറ്. തലച്ചോറ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം, ഡൈനാമിക് ഉള്ള ഒരു സാധനം. കുട്ടിക്കാലത്ത് തലച്ചോറിന്റെ വളർച്ച ഒരു മിനിറ്റിലും 10,000 കണക്കിന് കണക്ഷൻസ് രൂപീകരിക്കപ്പെടുന്നതാണ്. 10,000 കണക്കിന് സൈനാപ്സസ് വേറെ നെർവായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ആ കണക്ഷൻ നിശ്ചയിക്കുന്നത് നമ്മൾ കൊണ്ടുവരുന്ന എൻവയൺമെന്റാണ്. നമ്മൾ സ്നേഹത്തിൽ നിറഞ്ഞ ഒരു എൻവയൺമെന്റാണ് കുട്ടികളെ വളർത്തുന്നതെങ്കിൽ ഈ വയറിൽ കൂടുതൽ നല്ല രീതിയിൽ ധരിക്കും. അവന് കൂടുതൽ വിശാലമായിട്ട് ബോധം ഉണ്ടാവും, ലോകത്തിന്റെ നന്മയെ പറ്റി ചിന്തിക്കാറുണ്ട്. ഞാൻ പഠിച്ച കാര്യങ്ങൾ ലോകത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ഞാൻ പഠിച്ച കാര്യം എല്ലാവരും നന്മയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുന്ന കഴിവുണ്ടാവുന്നത് എൻവയൺമെന്റാണ്, വീട്ടിൽ നിന്നാണ് വളർത്തുന്നത്. കുട്ടികളുടെ വളർത്തുന്ന അച്ഛനമ്മമാരുടെ സമൂഹമാണ്. സ്വാർത്ഥം നിറഞ്ഞ ഒരു സമൂഹത്തിലാണ്, ഫാമിലിയിലാണ് കുട്ടികളിരിക്കുന്നത്. സ്വാർത്ഥമാരാവും കുട്ടികൾ. നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ കോൺഷ്യസ്നസ് ഇല്ലാത്ത കുട്ടികളായിട്ട് മാറുന്നു. അതൊക്കെ മാറ്റാനാണ് ബ്രൈറ്റ് മൈൻഡ്സ് പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബ്രൈറ്റ് മൈൻഡ് പ്രോഗ്രാമിൽ നമ്മൾ കാണുന്ന എക്സസൈസസ് ഒക്കെ, നമ്മൾ കാണുന്ന ഫിസിക്കൽ എക്സസൈസ്, ഇതെന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിലെ ഈ വയറിങ്, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും ചെവികൊണ്ട് കേൾക്കുന്നതും രുചിക്കുന്നതും എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് കോമൺ ആയിട്ടൊരു അറിവ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഒരു കല്ലെടുത്ത് കഴിഞ്ഞാൽ എന്തിനാണ് കല്ല് ഉപയോഗിക്കേണ്ടത്? ഒരാളെ തലക്കറിയാം, അല്ലെങ്കിൽ കല്ലെടുത്ത് വേറെ നല്ല കാര്യങ്ങൾ ചെയ്യാം. ഒരു കത്തി കൊടുത്ത് എന്ത് ചെയ്യണം? കത്തി വെച്ചിട്ട് കഷ്ണം കൊടുക്കാം, കത്തിയിൽ വേറെ ഉപദ്രവിക്കാനും പറ്റും. ഇത് മനസ്സിലാക്കുന്ന